പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ അവിടെയാണ്. അപ്പം നമുക്ക് കണ്ടാലോ എങ്ങനെയാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നതെല്ലാം കണ്ടിട്ട് വരാം. കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള കൽപ്പാത്തി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലാണ് ഈ രഥോത്സവം നടക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ കാശി വിശ്വനാഥ പ്രഭുവും പരമശിവൻ ഭഗവാന്റെ പത്നിയും സാക്ഷാൽ ആദിപരാശക്തിയുമായ വിശാലാക്ഷിയായി ശ്രീ പാർവതിയാണ്. ശ്രീ ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രം, മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും, മന്ദര മഹാഗണപതി ക്ഷേത്രം തുടങ്ങി ഗ്രാമത്തിലെ മറ്റു ക്ഷേത്രങ്ങളും ഈ രഥോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 10 ദിവസമാണ് ഈ രഥോത്സവം നടക്കാറുള്ളത്. കേരളത്തിലെ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിൽ ഒന്നാണ് ഈ രഥോത്സവം കേട്ടോ. പാലക്കാടിന്റെ സാംസ്കാരിക ആഘോഷം കൂടിയാണിത്. നല്ല തിരക്കാണ് ഫ്രണ്ട്സ്. ഇവിടെ നിന്നൊരു 3 കിലോമീറ്ററോളം ദൂരമുണ്ട് അമ്പലത്തിലേക്ക്. ഇവിടെ നിന്ന് തന്നെ നല്ല തിരക്ക് നമുക്ക് കാണാം. റോട്ടിലൊന്നും വണ്ടികൾ നിർത്താൻ തന്നെ സ്ഥലമില്ല, അത്രയ്ക്ക് തിരക്കാണ്. എത്രയോ ദൂരം നിർത്തിയിട്ടാണ് ആളുകൾ ഈ നടന്നു വരുന്നത്. ഞങ്ങളും അതുപോലെ തന്നെ ദൂരെ ആണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നടക്കുകയാണ്. ഇത് ചോക്ക് മിഠായിയാണ്, ഉത്സവങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ചോക്ക് മിഠായി. നിറയെ കൈനോട്ടക്കാരിയ്ക്കുന്നുണ്ട് തത്തമ്മേനെയും കൊണ്ട്, കണ്ടില്ലേ. ഞങ്ങൾ ഇന്ന് എത്തിക്കുന്നത് 3-ാം ദിവസത്തെ തേരിനാണ് കേട്ടോ. ഈ 3 ദിവസവും നല്ലപോലെ അലങ്കരിച്ച രഥം ഭഗവത് പ്രതിഷ്ഠയോടുകൂടി തെരുവുകളിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. അപ്പം ഈ രഥം വലിക്കുന്നത് കാണാനായിട്ട് നാനാഭാഗത്തു നിന്നും ഒരുപാട് ഭക്തജനങ്ങളാണ് വന്നിരിക്കുന്നത്. നിങ്ങളീ കാണുന്നത് കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങളാണ്. 2 സൈഡ് നീണ്ടു കിടക്കുകയാണ് കേട്ടോ തമിഴ് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ. കൽപ്പാത്തിയിലെ അഗ്രഹാരം കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ പ്രദേശങ്ങളിൽ ഒന്നാണെന്ന് പറയുന്നത്. ശിവക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ചാണ് ഇവരിവിടെ കുടിയേറിയത് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ അഗ്രഹാരങ്ങളുടെ ഇടയിലൂടെ നടന്ന് നീങ്ങുകയാണ്. അത്രയ്ക്കും തിരക്കുണ്ട്, ഇനിയും നടക്കാനുണ്ട് കുറേ. ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ് മന്ദകര ഗണപതി ക്ഷേത്രവും മഹാലക്ഷ്മി പെരുമാൾ ക്ഷേത്രവും പിന്നെ മഹാവിഷ്ണു ക്ഷേത്രമൊക്കെ ഉള്ളത്. അതൊക്കെ കടന്നിട്ടാണ് നമ്മൾ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നത്. കുറേ നടന്ന് അവസാനം നമ്മൾ ഇതാ ശിവക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. കൽപ്പാത്തിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. നല്ല തിക്കും തിരക്കും ബഹളവും ഒക്കെയാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഈ തിരക്കിനിടയിൽ അവിടുന്ന് അനൗൺസ്മെന്റ് വരുന്നുണ്ട്. കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെന്റ് ഉണ്ട്. ചെയിനും അതുപോലെ തന്നെ ബാക്കി വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സൂക്ഷിക്കാനായിട്ട് പറയുന്നുണ്ട്. അത്രയ്ക്ക് തിരക്കാണ്. എനിക്ക് തന്നെ പേടി തോന്നുന്നുണ്ട്. കാരണം നമ്മൾ തിരക്കിനിടയിൽ എന്തെങ്കിലും പോയാലൊന്നും അറിയില്ല, ആരാ അടുത്തൊന്നും പോലും അറിയില്ല. തിങ്ങിയിട്ടാണ് ആൾക്കാർ ഇടിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിതാ അവസാനം നടന്ന് രഥത്തിൻ്റെ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. 3 രഥം ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ രഥം വലിക്കുന്ന സമയത്തൊന്നും ഇവിടെ വരാൻ കഴിഞ്ഞില്ല. കാരണം ഒരുപാട് തിരക്കുണ്ടാവും, നമുക്കത് കാണാൻ തന്നെ പറ്റില്ല ശരിക്കും. അതിനകത്തുനിന്ന് പിന്നെ പുറത്തേക്ക് വരാൻ വലിയ പാടാണ്. അപ്പോൾ ഇതാ രഥം ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ തേരെല്ലാം കഴിഞ്ഞു വീടെത്തി. നല്ല തിരക്കായിരുന്നു, ശരിക്കും ചതഞ്ഞരഞ്ഞു തന്നെ പറയാം. അത്രയ്ക്ക് തിരക്കായിരുന്നു. എങ്ങനെയൊക്കെയോ തിരക്കിനിടയിൽ പെട്ട് കഷ്ടപ്പെട്ട് വീടെത്തി. നമ്മളവിടുന്ന് വേലയ്ക്കും പൂരത്തിനും തേരിനൊക്കെ കിട്ടുന്ന മെയിൻ സാധനം വാങ്ങിയിട്ടുണ്ട്. അവിടുന്ന് പിന്നെ കുറച്ച് ചോക്ക് മിഠായിയാണ് വാങ്ങിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. യെല്ലോ കളറുണ്ട്, മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്, അങ്ങനെ പല പല കളേഴ്സുള്ള ചോക്ക് മിഠായി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ കൽപ്പാത്തി തേരിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റാ.